ഭരണഘടനാ ഭേദഗതി വേണമെന്നതുകൊണ്ട് തന്നെ വനിതാ സംവരണ ബിൽ സഭ കടക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇരു സഭകളിലെയും സീറ്റ് നിലവെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. റിപ്പോർട്ടിന്റെ സൂപ്പർ ഇന്ററാക്റ്റീവ് ടച്ച് സ്ക്രീനിലൂടെ നമ്മൾ ആ കാര്യങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ്. നിലവിലെ പാർലമെന്റിലെ സീറ്റ് നില, ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ സീറ്റ് നില അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ലോക്സഭ കടക്കണം ആദ്യം, അതിനുശേഷമാണ് രാജ്യസഭയിലേക്ക് പോവുക. ലോക്സഭ കടക്കുമോ ഈ ബിൽ എന്നതാണ് ആകാംക്ഷ. അതിൽ ലോക്സഭയിൽ NDAക്ക് നിലവിലുള്ള സീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് 293 ഇന്ത്യ സഖ്യത്തിന് 233 അംഗങ്ങളുണ്ട്. മറ്റ് കക്ഷികളുടെ 14 അംഗങ്ങളുമാണുള്ളത്. 293, 233, 14 എങ്ങനെ ആകെ 540 അംഗങ്ങളാണ് ഉള്ളത്. ലോക്സഭയുടെ കണക്ക് ഇതാണെങ്കിൽ ഇന്നത്തെ കണക്ക് വെച്ചത് നമുക്ക് കടക്കുമെന്ന് പരിശോധിക്കണം. രാജ്യസഭയിലെ കണക്ക് നമുക്ക് നോക്കിയാൽ ഓരോ പാർട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ മുന്നണികൾക്കുമുള്ള സീറ്റ് നില NDAക്ക് 141 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. പ്രതിപക്ഷ കക്ഷിയായ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന് 83 MP-മാരുണ്ട്. മറ്റുള്ളവർക്ക് 21, അതിൽ നോമിനേറ്റഡ് ആയ അംഗങ്ങൾ ഉൾപ്പെടെ 21 പേരുണ്ട്. അങ്ങനെ 245 പേരാണ് രാജ്യസഭയിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലോക്സഭ കടക്കുമോ ഈ ബിൽ എന്നുള്ള ചോദ്യമാണ് എല്ലാ കോണുകളിൽ നിന്ന് ഉയരുന്നത്. കേന്ദ്ര സർക്കാർ അതിതീവ്രമായി തന്നെ ഈ ബില്ല് ലോക്സഭ കടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു, പല കക്ഷികളെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നൊക്കെ കണ്ടു. ഈ ഭരണഘടനാ ഭേദഗതിക്ക്, വനിതാ സംവരണ ബില്ലിലെ ഭേദഗതിക്ക് വേണ്ടത് 2/3 ഭൂരിപക്ഷമാണ്. അതിൽ ലോക്സഭയിലെ വോട്ട് 360, രാജ്യസഭയിൽ വോട്ട് 163 വോട്ടുകൾ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ഓരോ കക്ഷികൾക്കും അല്ലെങ്കിൽ ഓരോ അംഗങ്ങൾക്കും എത്ര കിട്ടും എന്ന് നോക്കിയാൽ, ഓരോ മുന്നണികൾക്കും എത്ര കിട്ടും സീറ്റ് നില എന്ന് നോക്കിയാൽ, വോട്ട് നില എത്രയെന്ന് നോക്കിയാൽ NDA വിയർക്കും എന്നതാണ് നമുക്ക് നിലവിലെ ഒരു കക്ഷി നില വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 293 അംഗങ്ങളാണ് ലോക്സഭയിൽ NDA കക്ഷികൾക്കുള്ളത്. അതിൽ 3/2 ഭൂരിപക്ഷത്തിന് വേണ്ട വോട്ട് 360. അതായത് 67 വോട്ടിന്റെ കുറവ്, 67 അംഗങ്ങളുടെ കുറവ് എന്തുണ്ട് NDAക്കുണ്ട്. അതുകൊണ്ട് തന്നെ NDAക്ക് ഇത് പാസ്സാക്കിയെടുക്കുക എന്നത് അസാധ്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഒന്നുകൂടി നോക്കിയാൽ 293 അംഗങ്ങളാണ് NDAക്കുള്ളത്. പക്ഷേ 360 വോട്ടുണ്ടെങ്കിലേ 3/2 ഭൂരിപക്ഷമാവുകയുള്ളൂ. 67 വോട്ടിന്റെ കുറവുണ്ടാവുകയും ചെയ്യും. അങ്ങനെ ലോക്സഭ കടന്നെങ്കിൽ മാത്രമേ രാജ്യസഭയിലേക്ക് ഈ ബില്ല് എത്തുകയുള്ളൂ. രാജ്യസഭയിലെ സീറ്റ് നില കൂടി നമുക്ക് പരിശോധിക്കാം. രാജ്യസഭയിൽ 141 അംഗങ്ങളാണ് NDAക്കുള്ളത്. 3/2 ഭൂരിപക്ഷത്തിന് വേണ്ടതാകട്ടെ 163 വോട്ടാണെന്ന് കാണാൻ സാധിക്കും. 22 അംഗങ്ങളുടെ കുറവ് അവിടെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ലോക്സഭയും രാജ്യസഭയും കടക്കുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ NDA വിയർക്കുന്നതാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് 3/2 ഭൂരിപക്ഷം കിട്ടണം എന്നതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കാൻ NDA വിയർക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ വോട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അമിത്ഷാ അല്പസമയത്തിനകം തന്നെ സഭയിൽ സംസാരിക്കുകയും ചെയ്യും. നമുക്ക് വീണ്ടും ഈ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമായ ഏതെങ്കിലും ഘടകകക്ഷികളുടെ കാര്യം കൂടി നോക്കിയാൽ നമുക്ക് മറ്റൊരു കണക്ക് കൂടി നോക്കേണ്ടതുണ്ട്. ഇതിൽ ഓരോ കക്ഷികൾ, നമുക്ക് കോൺഗ്രസിന് 98 സീറ്റുകൾ, 98 MP-മാരുള്ളത്. തൃണമൂൽ കോൺഗ്രസിന് 28 MP-മാരുണ്ട്. സമാജ്വാദി പാർട്ടിക്ക് 37 MP-മാരുണ്ട്. DMKക്ക് 22 MP-മാരുണ്ട്. അങ്ങനെ ആകെ 185 MP-മാരാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. ഇത്തരത്തിൽ പാർട്ടികളുടെ സീറ്റ് നില വെച്ച് പരിശോധിക്കുമ്പോൾ ഈ 4 പാർട്ടികൾ ചേർന്നാൽ മാത്രം 185 വോട്ടുകൾ ബില്ലിനെ എതിർത്തുകൊണ്ടുണ്ടാവും. അപ്പോൾ പിന്നെ ലോക്സഭ തന്നെ കടക്കില്ല എന്നാണ് യാഥാർത്ഥ്യം. നോക്കൂ, കോൺഗ്രസിന് 98, തൃണമൂലിന് 28, സമാജ്വാദി പാർട്ടിക്ക് 37, DMKക്ക് 22, അങ്ങനെ ആകെ 185 വോട്ടുകൾ അങ്ങനെ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമുണ്ട്.